ഇനി നമുക്ക് മുഫ്രദ് ലാം എങ്ങനെ എഴുതുന്നത് നോക്കാം. ഇതിൽ നമുക്ക് കൂടുതലായി പഠിക്കാനൊന്നുമില്ല. നമ്മൾ തുടക്കത്തിൽ പഠിച്ച അലിഫും അതുപോലെ തന്നെ പിന്നെ ഇതിൽ കൂടുതലായി വരുന്നത് നൂനിൻ്റെ ഒരു ഭാഗവുമാണ്. ഇത് പഠിക്കലോടുകൂടി നമുക്ക് നൂനും ഏകദേശം പഠിക്കാനായി. നമ്മൾ പഠിച്ച അലിഫും പിന്നെ നൂനുമാണ്. അലിഫ് നമുക്ക് നേരത്തെ അറിയാം, 7 നുക്തയാണ് അതിൻ്റെ ഖദർ എന്നറിയാം. അതുപോലെ തന്നെ പിന്നെയുള്ളത് നൂനിൻ്റെ ഒരു ഭാഗമാണ്. ഈ നൂനിൻ്റെ ഒരു ഭാഗത്തിന് ഇതിന് നമുക്ക് കണക്കുള്ളത് ഈ അലിഫിൽ നിന്നും ഇതിൻ്റെ അവസാനം വരെയുള്ള ഈ ഭാഗത്തേക്ക് ഏകദേശം 2 നുക്തയാണ് ഖദർ വരുന്നത്. അതുപോലെ തന്നെ ഈ അലിഫിൽ നിന്നും ഈ നൂനിൻ്റെ ഭാഗമെന്ന് നമ്മൾ പറഞ്ഞ ഈ ലാമിൻ്റെ ഈ അവസാന പോർഷൻ വരെ വരുന്ന ആ അളവ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ഖദർ നുക്തയാണ്. ആ നുക്തയിൽ നിന്നും അതിൻ്റെ ആഴം വരുന്നത് 2.5 നുക്ത ആണ് അതിൻ്റെ ആഴം ഖദറായി വരുന്നത്. ഇതെങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അലിഫ് നമ്മൾ നേരത്തെ എഴുതിയതാണ്. അത് ഒന്നുകൂടി എഴുതൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇനി ലാമിൻ്റെ അടിഭാഗമാണ് നമുക്ക് എഴുതാനുള്ള, അഥവാ നൂനിനോട് സാദൃശ്യപ്പെടുന്ന ഭാഗം. അത് നമ്മൾ തുടങ്ങുന്നത് ഏകദേശം ഈ അലിഫിൻ്റെ എൻഡ് പോയിന്റിൽ വെച്ചിട്ടാണ്. ജസ്റ്റ് ഈ ലെവലും ഇതിൻ്റെ ലെവലും ജസ്റ്റ് ഒരേ രീതിയിലാണ് വരുന്നത്. രണ്ടും രണ്ടായിട്ടല്ല വരുന്നത്. അത് ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ലാം എഴുതുന്നത്. ഈ ലാമിന് ഇപ്പോൾ ഈ അലിഫിൻ്റെ 7 നുക്ത ഇവിടെ ഖദർ വരുന്നുണ്ട്. അതുപോലെ തന്നെ
ഇതിൻ്റെ ഈ ജസ്റ്റ് ഈ വിടവ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 5 നുക്തയാണ്. ഇത് ഇവിടെ കാണാം നമുക്ക് 5 നുക്തയാണ് ആ വിടവ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈ ആഴം എന്ന് പറയുന്നത് 2.5 നുക്തയാണ്. അതുപോലെ തന്നെ പിന്നെ ഈ അലിഫിൻ്റെ എൻഡ് മുതൽ ഈ ലാമിൻ്റെ ഈ അവസാനം വരെയുള്ളത് അത് 2 നുക്തയുമാണ്. ഇതാണ് നമുക്ക് ലാമിനെ കുറിച്ച് പറയാനുള്ളത്.